മസാലപ്പൊടി വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ അയൽവക്കത്ത് മൊബൈലിൻ്റെ കാണുന്നില്ല, അല്ലെങ്കിൽ അപ്പുറത്ത് മേടിച്ചേരെ. ഇതിനകത്ത് എന്താണെന്നൊരു വിഷമം പറയണ്ട. ആണുങ്ങളെല്ലാരും പറയുന്നില്ല കേട്ടാ. ഇത്ര വലിയ ഉരുള ഇതാ, ഇതിങ്ങനെ നല്ലതാട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോട്ടെ, അടിപൊളിയാണ്. പണ്ടേ നീ പറയും നമ്മള് അവിടെ ചെന്നാൽ ബിരിയാണി വെക്കാൻ കയറുമല്ലോ. ഇന്നലെ എന്നോട് വലിയ കാര്യത്തിൽ പറഞ്ഞു നമുക്ക് ഇന്ന് രാവിലെ തന്നെ ബിരിയാണി വെക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞു. അത് ഓക്കെ ന്യായം. എന്നിട്ട് ഇത്രയും നേരമായിട്ടും മണി എത്രയാണെന്നറിയോ, 11 മണിയങ്ങാണ്ട് കഴിഞ്ഞു തോന്നുന്നു. ഇത്രയും നേരമായിട്ട് അവിടെ ഫോൺ കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉള്ളി നന്നാക്കി വെക്കണം, മല്ലിച്ചപ്പ് അടക്കം പുതിനടക്കം ഞാൻ അരിഞ്ഞെല്ലാം ക്ലിയർ ആക്കി വെക്കണം, എന്നാലേ ഇങ്ങോട്ട് എഴുന്നള്ളുള്ളൂ ബിരിയാണി വെക്കാമെന്നും പറഞ്ഞിട്ട്. ആരാണെന്നല്ലേ? എൻ്റെ പ്രിയ ഭർത്താവ് തന്നെ. ബാ കാണിച്ചു തരാം. അല്ല മനുഷ്യ, സമയം 11 മണിയായി. നിങ്ങൾ എന്താ ഇന്നലെ രാവിലെ തന്നെ പറഞ്ഞത് നമുക്ക് രാവിലെ തന്നെ തുടങ്ങണം, വെപ്പ് തുടങ്ങണം. ഇടാ ഭണ്ടാരി തന്നെയല്ലേ പറയല്, അങ്ങനെ തന്നെയല്ലേ പറയല്ലോ. അയ്യോ അതെ, മുക്കാ ഞാൻ തന്നെയാ ചെയ്യുന്നത്, ബാക്കിയെ നിങ്ങൾക്ക് ആ ഭാഗേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. ഒന്ന് ഇളക്കും, പിന്നെ ആ മസാലപ്പൊടി ഒന്ന് അങ്ങോട്ട് ഇടും, ബാക്കിയെല്ലാം എൻ്റെ ബിരിയാണിയുമായി, സബീൻ്റെ ബിരിയാണിയുമായി. അസിസ്റ്റന്റ് എന്നാ അസിസ്റ്റന്റ് ഞാൻ മെയിനായിട്ട് വരുന്നില്ല എന്തായാലും. ബാ എന്തായാലും ഗുരുവിന്റെ ഒരു കൈ ഇല്ലെങ്കിൽ എനിക്കൊന്നും ആവില്ല. ബിരിയാണി റെസിപ്പി ഒന്നും അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങള് കാണിച്ച് നിങ്ങള് അല്ലേ മടുത്തിട്ടുണ്ടോ ഇവർക്ക്? നോ, കുറച്ച് സമയമല്ല, ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാല് ആണുങ്ങൾ തന്നെ ഞാൻ പറയൂട്ടാ, ഇവര് ഈ ഫുൾ ടൈം ഈ ഫോണിലാണ്. ഇവർക്ക് സീരിയല് പോലും ആണുങ്ങളെല്ലാരും പറയുന്നില്ല കേട്ടാ. ഇതിനൊക്കെ പോലെ ഇത് ഫുൾ ടൈം ഫോണാട്ടാ. നിങ്ങൾ ഫോണിന്റെ ഉപയോഗം കുറച്ച് കുറക്കണം കേട്ടാ. നമ്മളെപ്പോലുള്ള ഭാര്യമാരൊന്നും നിങ്ങൾ ഇപ്പൊ തിരിച്ചറിയുന്നില്ല, നമ്മളിങ്ങനെ ഇവിടെ ഉണ്ടെന്നും പോലും നിങ്ങൾ അറിയുന്നില്ല, ഇങ്ങനെ ഇരിക്കല്ല ഫോണിൽ. ബാ എന്തായാലും ഇന്നത്തെ ബിരിയാണി നടക്കൂല, അത് ഞാൻ പറഞ്ഞ ചിലപ്പോൾ ബിരിയാണി വെക്കാൻ കയറൂല. വാ ഒന്നും പറയണില്ല, വാ എന്തായാലും നന്ദു പിന്നെ രാവിലെ പറഞ്ഞിട്ട് പോയതാണ് അച്ഛൻ്റെ ബിരിയാണി വേണമെന്ന്. വൈകുന്നേരം വരുമ്പോ അമ്മന്റെ ബിരിയാണി കൊടുത്താൽ അവൻ സഹിക്കില്ല, അവന്റെ നെഞ്ചു പൊട്ടി പോകും. എന്തായാലും ഞാൻ ഇന്ന് അടുക്കള കേട്ടിട്ടേ കാര്യമുള്ളൂ. എന്തായാലും ഇതൊക്കെ ഞാൻ അരിഞ്ഞ് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാലേ ഇങ്ങോട്ട് എഴുന്നുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ചിക്കനൊക്കെ ഞാൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അരിഞ്ഞൊക്കെ ഒന്ന് വെക്കട്ടെ. കത്തി എങ്ങനെയാ മുറിച്ചു കൂട്ടുന്നേ? അരോ എനിക്ക് പറ്റിയ എന്തെങ്കിലും ടിപ്പുണ്ടെന്ന് ചോദിച്ചിട്ട് ഓടി വന്നതാണ് ഇതിന്റെ ഒച്ച കേട്ടപ്പ. ഓ അങ്ങനെ, ഇതും കൊണ്ടാണ് ഞങ്ങള് കൂട്ടലട്ടാ. കാണുന്നുണ്ടോന്ന് അറിയില്ല, കാണുന്നില്ലല്ലോ. ഇതാ ഇതും കൊണ്ട്. അപ്പൊ ഇതല്ല അല്ലേ, ഇതെന്താ സാധനം? മറ്റേ നമ്മളെ ആക്സോ ബ്ലേഡ് അല്ലേ? നോക്കട്ടെ ആക്സോ ബ്ലേഡ്. ഇതും കൊണ്ടും അരം കൂട്ടാം. ഞാനിങ്ങനെ പല ഐറ്റംസ് ഒക്കെ പറയലുണ്ട് ടൈൽസിൽ. പക്ഷെ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടാ ടൈൽസിൽ ഞാനിട്ട ആ ഒരു കത്തി മുറിച്ച് കിട്ടുന്നില്ലേ, അത് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാ. ഇതും നല്ലതാട്ടാ, ഇങ്ങനെ അരം കൂട്ടുന്നത് അടിപൊളിയാണ്. എന്തായാലും കത്തി വേട്ട കത്തിയാണ് അല്ലേ? ഇപ്പൊ മേടിച്ചത് ഒരു പരാജയമായി പോയി. ഇവരെ കൈയും കാലൊക്കെ പിടിച്ച് നമ്മ അടുക്കളയിൽ കയറ്റിയാലും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എന്തെങ്കിലും കണ്ടുപിടിക്കും, എന്നിട്ട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. എന്നാലും എന്തോ ഒരു ഈറ്റുകളെല്ലാം കയറ്റിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ഒരു സുഖം അല്ലേ? പണ്ടേ നീ പറയും നമ്മള് അവിടെ ചെന്നാൽ ബിരിയാണി വെക്കാൻ കയറുമല്ലോ വീട്ടിൽ, അന്നേരം പറയും സെൻറ്റേച്ചി സഭയൊക്കെ ഞങ്ങള് ബിരിയാണി വെക്കാൻ കയറിയിട്ടുണ്ടെങ്കിൽ സെൻറ്റേച്ചി സഭയൊക്കെ ഒരു കോമ്പിയാണ്, ബിരിയാണി വെക്കണമെങ്കിൽ ഒരു കോമ്പിയാന്ന് പറയും. നമ്മളെവിടെ പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ രണ്ടാളും അവതരിപ്പിക്കലല്ലേ. ജിതേച്ചിന്റെ അടുത്ത് എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും കയറും. പിന്നെ നമ്മളെ വീട്ടിൽ എന്താ പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാളും കയറും അല്ലേ. ബിരിയാണിക്ക് എന്താണെന്ന് അറിയില്ല, ഞങ്ങള് നിന്നാ പിന്നെ നിറഞ്ഞു. എങ്ങനെയാ ചില ആൾക്ക് എങ്ങനെയാ ബിരിയാണി ആർക്കും വേണ്ട, മന്തി അത് പറയരുത്. നിങ്ങൾക്ക് മന്തി ഇഷ്ടമല്ലാത്തോണ്ടാണ് നിങ്ങൾ മന്തിനെയും കുന്തിനൊക്കെ പറയുന്നത്. കണ്ണൂർ ബിരിയാണി ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ബിരിയാണിയുടെ അത്ര ടേസ്റ്റ് പഠിക്കാൻ സാധ്യതയില്ല. നിങ്ങൾ ഈ എറണാകുളം ഭാഗത്തൊക്കെ ഞാൻ ആദ്യം പോയാലും പിന്നെ ബിരിയാണി ഇങ്ങനെ അറിയാം. എറണാകുളക്കാരും നിങ്ങൾ തല്ലോട്ടാ വെറുതെ. ഞാൻ എൻ്റെ അഭിപ്രായം കണ്ണൂരിന്റെ ഒരു ടേസ്റ്റ് ബിരിയാണിക്ക് എൻ്റെ അഭിപ്രായത്തില് കണ്ണൂർ സ്പെഷ്യൽ ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി. ഇവിടെയൊക്കെ കല്യാണത്തിന് വെക്കുന്ന ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കിട്ടു സാധനമാണ്. എന്നിട്ട് എറണാകുളത്തെ ടീം ഇവിടെ വന്നിട്ട് ബിരിയാണി വെച്ചിട്ട് പോകുമ്പോ അവർക്ക് തീരെ പിടിക്കുന്നില്ല നമ്മുടെ ബിരിയാണി. അവർക്ക് പിടിക്കൂല. എന്തുകൊണ്ടാണെന്നറിയോ?
നിങ്ങൾക്ക് ആടെ ഞാൻ ഇവരെ നാട്ടിലെങ്ങനെ അറിയോ? ഇപ്പൊ ഞാൻ കുഞ്ഞിത്തൈയിലായാലും പിന്നെ തിത്തൂര് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ ഇവരവിടെ ഫ്രൈഡ് റൈസും ചില്ലിയും അത് പക്ഷെ ഇപ്പൊ ഈയിടെ ആയിട്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ. അതിനെന്താ കുഴപ്പമൊന്നല്ലേ? പക്ഷെ അവിടത്തെ ബിരിയാണിക്ക് എന്താ പ്രശ്നം അറിയോ? വലിയ ചോറായിരിക്കും. ചോറിന്റെ മാത്രല്ല, എന്തോ ഒരു സംഭവം അവിടെ ചേർക്കുന്നുണ്ട്, എന്തോ ഒരു എസൻസ് അങ്ങനെ എന്താ അറിയില്ല. ഈ നമ്മളെ ഒന്ന് ഈ പട്ടില്ല ടേസ്റ്റിന്റെ ഒരു എസൻസിന്റെ ഒരു ചുവ ഞങ്ങൾക്ക് പിടിക്കില്ല. അത് ശരിയാണ്. അത് കണ്ടമാനിട്ട് ചേർക്കും. ഒരു ജാതി അത് ചോദിക്കാം, കറാമ്പിന്റെ പട്ടന്റെ ഗ്രാമ്പോ എന്താ എന്താ ഒരു പണ്ടാറാണ് ചേർക്കുന്നത്. എന്താണെന്ന് പറഞ്ഞത് എന്തായാലും അല്ലാതെ ഉള്ളിക്ക് വല്ല കണക്കെല്ലാം ഉണ്ടാ? അങ്ങനൊന്നുമില്ല, എല്ലാം ഏകദേശം ഒരു സംഭവം. നിങ്ങളോട് മതി മതിയാ മതിയാ വറക്കണ്ട. അപ്പൊ ഈ ഞാനാന്ന് കൊറേ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഉള്ളി അരിയുമ്പോ കത്തിക്ക് എണ്ണ തേച്ചിട്ട് ഞാനാ ഇപ്പൊ ഒറ്റക്കണ്ണ അടിച്ച് നിക്കണത്. ഇതൊന്നും നമ്മ തേക്കൂല, നമ്മ പറഞ്ഞു കൊടുക്കും, നമ്മ തേക്കൂല, അത്രയേ ഉള്ളൂ. പക്ഷെ തേച്ചാ നല്ല ഗുണമുണ്ട് കേട്ടോ. പക്ഷെ മറന്നുപോയി, സംഭവം വർത്താനത്തിലും മറന്നുപോയി. തേച്ചിട്ട് ചെയ്താൽ മതി. കണ്ണൊക്കെ എരിഞ്ഞുണ്ടാകണേ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്ലേ വാടുമ്പക്കല്ലേ ഉണ്ട്. വെളുത്തുള്ളി അരിയാൻ നല്ലൊരു ടിപ്പുണ്ട് കേട്ടോ. എങ്ങനെയെന്നറിയോ? പിന്നെ നമ്മൾ ഉപയോഗിക്കില്ല, എന്നാലും ടിപ്പാരിൻ്റെ ഒരു ഉപകാരപ്പെടാൻ. പിന്നെ ഒരു കുപ്പിയിൽ അങ്ങനെ ഇതെടുത്തിട്ട് ഒരു ബ്ലേഡും എടുത്തിട്ട് ആ കുപ്പിയിലിടുക. എന്നിട്ട് ഇങ്ങനെ കുലുക്കുക. അപ്പം നന്നായിട്ട് തോല് പോകും അത്ര എനിക്കറിയില്ല. മലക്കുക മാലയിട്ട് പച്ചക്കറി തിന്നിരിക്കേണ്ട സമയമാണ്. ചിക്കൻ ബിരിയാണി മണ്ഡലകാലം നോൺ വെജ് കണ്ടൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. ചരിത്രം മാറ്റിക്കുറിച്ച് സതി മണ്ഡലകാലം ചിക്കൻ ബിരിയാണി വെക്കുന്നു. ചിക്കൻ ബിരിയാണി എന്നില്ല ജാമിൻ ചേർക്കല്ലേ? ബുള്ളറ്റ് അല്ല ഇത് നിങ്ങളെ സ്ഥിരം പരിപാടിയാ. മുളക് പൊടി ഇടൂല എന്ന് പറയുകയും ചെയ്യും. ലാസ്റ്റ് മുളക് പൊടി 1 2 3 4 5 6 7 കൃത്യം 7 പച്ചവളം എടുത്തിട്ടുണ്ടേ. പറഞ്ഞതേ ചെയ്യുള്ളൂ. അസിസ്റ്റന്റിന്റെ പണി അതാവും. എന്താണോ പറഞ്ഞത് കൃത്യം അതുപോലെ ചെയ്യാം. ഇപ്പൊ എണ്ണണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു പാട്ടുപാടി വ്ളോഗിന് രസായിക്കോട്ടെ. ഞാനൊരു പാട്ട് പാടിയാലോ? നീ പാടിയാ മതി. തക്കാളി അല്ലേ? എന്താണെന്നൊരു വിഷമം. വിഷമത്തിലിരിക്കുന്ന മല്ലിയില പുതിന എല്ലാം ഇട്ട് നമ്മള് ഇഞ്ചി വെച്ചതെല്ലാം ഇട്ടില്ല കട്ടിയല്ലേ. ഞാൻ അപ്പോഴേക്കും ഒന്ന് ക്ലീൻ ആക്കാൻ പോയി. അടുക്കള കിച്ചൻ ഒന്ന് ക്ലീൻ ആക്കാൻ പോയി. ഇനിയിപ്പോൾ നമുക്കൊന്നുമില്ലല്ലോ, ഇനി മസാലയൊക്കെ ഉള്ളൂ. നമ്മുടെ അരിയൊക്കെ സെറ്റ് ആക്കട്ടെ. സുഖമുള്ളൊരു ഏർപ്പാടാട്ടെ ഇത്. മല്ലിപ്പൊടി എന്നാന്ന് എല്ലാം എടുത്തിരുന്നില്ലേ? സുഖമുള്ള ഏർപ്പാടാന്ന് പറയുമോ ഞാൻ. നമുക്ക് ഇത് അടുപ്പിച്ചു കൊടുത്താൽ ഞാൻ പിന്നെ വലിയ പണിയില്ലട്ടാ. എവിടെ ഇപ്പം തന്നെ ഞാൻ ഓടേണ്ടി വരും. ചോറ് വെക്കണത് എൻ്റെ മാത്രം പണിയാണ്. ഇപ്പം എന്തൊക്കെ ഇട്ടാ ഇപ്പം മസാലപ്പൊടികളൊക്കെ ഇട്ടല്ലേ? ഇവിടെ വന്നിട്ടുള്ള കേട്ടോ മസാലപ്പൊടി വാങ്ങിക്കാൻ വേണ്ടി. എൻ്റെ അയൽവക്കത്ത് മൊബൈലിനെ കാണുന്നില്ല, അല്ലെങ്കിൽ അപ്പുറത്ത് മേടിച്ചേനെ. ഇതിനകത്ത് സ്പെഷ്യൽ മസാലയാണ്. ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഷംനേൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആ പൊടി വാങ്ങിച്ചിട്ട് പോകണം. അത് ശരിക്കും ഞാൻ മസാലേൻ്റെ പൊടി പൊടിച്ച് വെക്കാനായിട്ടോ. ഇപ്പം എല്ലാവരും പറയും കേട്ടോ മസാലേൻ്റെ പൊടി ശരിക്കും ശരി തന്നെ പൊടിച്ച് വെക്കാറുണ്ട്. പിന്നെ ഇവളുടെ അടുത്ത് നിന്ന് ഇപ്പം ഇങ്ങനെ കിട്ടുമ്പോൾ ഇവർ എന്തായാലും നല്ലൊരു സ്പെഷ്യൽ മസാല, അടിപൊളി മസാല ആയിരിക്കും. അപ്പോൾ ഈ മസാല അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അവിടെ ആളെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്നോട് വരുമ്പോഴേ പറഞ്ഞു, നീ വർത്താനം പറഞ്ഞ് അവളോട് നിൽക്കരുത്, വേഗം പൊടി കൊണ്ട് തന്നെ വന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ. എന്നാ ഞാൻ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവില്ലേ നിങ്ങൾ? ഇത്ര സ്പീഡിലാണ് എത്തിയത് മസാലപ്പൊടി. ഇത് കിട്ടാണ്ട് നിങ്ങൾ ഓഫാക്കിട്ടാ? ചിക്കനെ കിട്ടാ? മസാലപ്പൊടി എടുത്തിട്ട് നമുക്കൊരു കുപ്പിയിലിട്ട് വെക്കാം. ഞാനത് അവിടെ നിന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഷംന തന്ന മസാലപ്പൊടി ആയിട്ട് ഇത് ഇത്ര ഇടണ്ടോ അല്ലേ? അടിപൊളി മസാല, നല്ല മണമില്ലേ? അതങ്ങോട്ടിട്ട് വെതറി
ഇതാണ് നമ്മളെ ബിരിയാണി സ്പെഷ്യൽ. മരുന്നിൻ്റെ കവറിലൊക്കെ ഇപ്പം എന്തോ എടുത്തിട്ട് കുപ്പിയിലൊന്ന് ഇട്ട് വെക്കട്ടെ. അരിപ്പൊടി കുപ്പിയിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ഇരിക്കും. അതായത് കുപ്പി മാറ്റി അതാലോ. അവളെനിക്ക് ജാസ്തിയായിട്ട് തട്ടി തന്നിട്ടുണ്ട്. പിന്നെ ഞാനവളെ പിന്തിരിപ്പിക്കാനൊന്നുമില്ല, ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അധികം നിർബന്ധിച്ചില്ല. വേണ്ടടി വേണ്ടടി എന്നൊന്നും അധികം പറയാൻ പോയിട്ടില്ല. ഇരുന്നോട്ടെ, എന്തായാലും തീർന്നു കഴിയുമ്പോൾ അവിടെ തന്നെ പോവാ. കളയുവാനിപ്പോ ഇത് വലിയ കാര്യത്തിൽ വന്നതാ. മാറി ഞാൻ ഇട്ടോളാം. ആട്ടിന് വിളിച്ച് അവിടെ കൊണ്ടു വന്നിട്ട് ഇവിടെ കൊണ്ടത് കളയാനാ. താങ്ക് യു. എന്ത് എന്റെ പണി? ചിക്കൻ വേകുന്നവരെ എന്റെ പണി. ഓക്കെ, അണ്ടി മുതിരി ഉണ്ടാകും. ബാക്കിയെല്ലായി ഇവിടെ എപ്പോഴാണ് എല്ലാം ഉണ്ടായിട്ട് ബിരിയാണി വെച്ചിട്ടുള്ളത്. ഒരിക്കലും വെക്കല്ല. നെയ്യ് ഉരുകാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നെയ്യുണ്ട്, എന്തായാലും പരിപാടിക്ക് വാങ്ങിച്ച നെയ്യുണ്ട്. അണ്ടി മുന്തിരിയെല്ലാം സ്വപ്നങ്ങളിൽ മാത്രം. മസാലപ്പൊടി ഞാൻ ഫ്രിഡ്ജിൽ അങ്ങോട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇനിയുള്ള പരിപാടിയൊക്കെ എനിക്കാണ് കേട്ടോ. കുറച്ച് കഴിയാണ്ട് ഇല്ല. എത്ര കാലമായി ബിരിയാണി വെക്കുന്നതെന്ന് അറിയാം, പക്ഷെ അളക്കാണ്ട് ഇതുവരെ ബിരിയാണി അരി എടുത്തൊരു ചരിത്രം എനിക്കുണ്ടായിട്ടില്ല കേട്ടോ. സംഭവം ഞാൻ വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് ഭയങ്കര സൗണ്ട് കേട്ടോ. അമ്മ അപ്പുറം ഫോണ് ടാബ് ഓണാക്കിയതിൻ്റെ ഭയങ്കര സൗണ്ടിലാണുള്ളത്. അതുകൊണ്ട് ഞാൻ അതിനകത്താണെങ്കിൽ ചാക്യാർകൂത്ത എന്തൊക്കെയോ ആണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തീരെ സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഓൺ വോയിസ് കൊടുക്കാണ്ട് വോയിസ് ഓവറിൽ കയറി. അരിയും കൂടി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ല. ഒന്ന് വിളിക്കട്ടെ. വൈകിട്ടേ വാ, നിങ്ങൾ വരേണ്ട സമയമായിരിക്കുന്നു. ഉപ്പ് ഞാൻ ചെറുങ്ങനെ നോക്കി, കാര്യമായിട്ട് നോക്കിയില്ല. ഫൈനൽ പരിപാടിയിലേക്ക് കടന്നു. അതവിടെ സെറ്റായി. ഇനി ഇതിവിടെ ചോറ് ഇവിടെ ഇങ്ങനെ ആയി വരുന്നുണ്ട്, സ്റ്റീം കുറഞ്ഞെടുക്കണം. ആ സമയം കൊണ്ട് ഞാൻ കപ്പ രാവിലെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പേൻ്റെ കൂടെ ഇതാ നല്ല അടിപൊളി ചമ്മന്തി. കാന്താരി ചമ്മന്തി ഒന്നല്ല, സാധാ ചമ്മന്തി. എനിക്ക് വിശക്കണു. വിശന്നാൽ പിന്നെ എനിക്ക് ഞാനില്ലാതായി മാറും. അപ്പം ഇതിങ്ങനെ കുറച്ച് മിക്സ് ആക്കിയിട്ട് ഞാനൊന്ന് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ആട്ടത് ചമ്മന്തി. വേണോ ഒന്ന്? വിശക്കുണ്ടോ? ഇത് നമ്മുടെ രാവിലത്തെ കപ്പയും നല്ല ഫ്രൂട്ടാ. കൊള്ളാം. തൽക്കാലം പിടിച്ചിട്ടെ, ഇതാവണ വരെ കൊടുക്കാതെ തന്നെ. മിൻറ്റ് നമ്മളെ മുബീനൻ്റെ കുടിയേൻ്റെ ലൈൻ വെട്ടാം. ആ സമയം കൊണ്ട് എന്തായാലും അത് കുറച്ച് താമസം എടുക്കും. അപ്പം കിഴങ്ങ് പച്ചമുളകിലൊക്കെ കൂട്ടിയിട്ട് അടിച്ചിട്ട് എരിഞ്ഞിട്ട് വയ്യാന്ന്. ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ ചേർത്തിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. പ്ലേറ്റ് ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ മുറിച്ചിട്ടിട്ടാ. പിന്നെ എന്താ ഇടാൻ പറഞ്ഞ പഞ്ചസാരയോ? പഞ്ചസാര ഇതിൻ്റെ കൂടെ ഇടണം. വെള്ളം ഒഴിച്ചിട്ട് അടിക്കാനാ പറഞ്ഞത്. അപ്പൊ പിന്നെ പഞ്ചസാര ഇടാന്നേ. ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അരിക്കട്ടെ. ഇങ്ങനെ അരിച്ചെടുക്കാം. നല്ലതാ പോലും കേട്ടോ ഇത്. എല്ലാവരും ആക്കുന്നുണ്ടാവും, നമ്മൾ മാത്രമേ ആക്കാണ്ടുണ്ടാവില്ല. അതിന് എല്ലാം ലാസ്റ്റ് നോക്കുന്നത് നമ്മളാ. അത് കുടിക്കും നമ്മളരി. അങ്ങനൊന്നും ഇല്ല കേട്ടാ. മസാല മാത്രം ആക്കിയാൽ മതിയാ. മസാല നോക്കണോ? നോക്കട്ടെ. ആയിപ്പോയി, ഏകദേശമായി. പഞ്ചസാര ഇടട്ടെ. അത് കുറച്ച് പഞ്ചസാര ഇടാം, നഷ്ടപ്പെട്ടാല്. പഞ്ചസാര എന്ത് നഷ്ടപ്പെടാല്ലേ? എന്തായാലും വലിച്ചു പിടിക്കാം, മധുരം ഉണ്ടാവും.
മധുരമുണ്ടാവും, പുളി ഉണ്ടാവും, പിന്നെ പുതിനേൻ്റെ ഒരു രുചിയും ഉണ്ടാവും. വെള്ളം അങ്ങോട്ട് ഒഴിക്കുക, നല്ലോണം ഒഴിക്കുക. കൈപ്പക്ക ജ്യൂസ് അടിച്ചോ. ഓഫാക്കിയിട്ട് തന്നെ മതിയാണ്. കുറച്ചേരം ഞാൻ അങ്ങനെ കിടക്കട്ടെ അല്ലേ? അവിടെ കിടക്കട്ടെ. നല്ല രസമുണ്ട്. കുടിച്ചോ. ബിരിയാണി വെച്ചതിന് നന്ദിയൊന്നുമില്ല. എന്തിനു നന്ദി? അവനടുക്ക് തിന്നാനല്ലേ വെച്ചത്. ഞാൻ നന്ദി പറയുന്നു. കുറച്ച് പച്ചപ്പ് കൂടിപ്പോയല്ലേ? പുതിന കുറച്ച് കൂടി. അതിന് നമുക്ക് വെള്ളം കൂട്ടണം അതിനകത്ത് കുറച്ചും കൂടിയൊക്കെ. കൂട്ടണേ കുഴപ്പമൊന്നുമില്ല. കുടിച്ചോ. ഹെൽത്തി ഡ്രിങ്ക്. വാവ്, എങ്ങനെയുണ്ട്? പുതിന കൂട്ടില്ല? എന്നാ കുറച്ച് വെള്ളം കൂട്ടല്ലേ? നല്ലതാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോട്ടെ. അടിപൊളിയാണ്. പച്ചവെള്ളം. അങ്ങനെ നമ്മളെ ബിരിയാണിയുടെ കംപ്ലീറ്റ് ആയില്ല. ഇപ്പം ഇനി എന്താ നിങ്ങളെ പരിപാടി? ദമ്മിടാനാ? ചെറിയൊരു ദമ്മിടില്ല. നമ്മുടെ മസാലയൊക്കെ അങ്ങനെ വെളുത്തിരിക്കുന്നുണ്ടാ? പച്ചക്കളറാണോ വെളുത്തിരിക്കണോ? എന്തൊക്കെ ആവട്ടെ. എന്തായാലും രസമുണ്ട് കേട്ടോ. വായിൽ വെച്ച് നോക്കിയിട്ട് അടിപൊളിയാണ്. എൻ്റെ കിഴങ്ങിൻ്റെ പാത്രം. അപ്പം ഞങ്ങൾ ദമ്മിടൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗം ചോറ് ഇങ്ങോട്ട് സൈഡാക്കി വെച്ചിട്ട് ആ ഭാഗത്ത് പകുതി ചിക്കൻ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ പകുതി ചിക്കൻ. അപ്പോൾ നമുക്ക് പാത്രം ലാഭിക്കാൻ പറ്റും കേട്ടോ. സത്യത്തിൽ ഞങ്ങൾ ഇതാദ്യമായിട്ട് ഇങ്ങനെ ചെയ്ത കേട്ടോ. എപ്പോഴും പാത്രം ഒരുപാട് കണ്ടമാനമൊക്കെ പാത്രം എടുത്ത് വേറൊരു പാത്രത്തിലിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യൽ കേട്ടോ. പക്ഷേ ഇന്നെന്തോ ഒരു എളുപ്പവഴി നോക്കിയതാണ്. ഇന്ന് ഞങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടാ. അപ്പോൾ അത് ഈ സൈഡിലോട്ടും മാറ്റിയിട്ട് ബാക്കിയുള്ള ചിക്കൻ അങ്ങോട്ട് തട്ടി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ പാത്രം കണ്ടല്ലോ, ഈ ഉരുളിയാണ് എൻ്റെ ഏറ്റവും വലിയ നോട്ടം. വരുമ്പോഴാണ് ഞാൻ തെറ്റാൻ പോണത്. അത് ദമ്മിട്ട് കഴിയണതിന് മുന്നേ ഞാൻ പെരക്കാൻ തുടങ്ങും. ഞങ്ങൾ തമ്മിൽ ഒട്ടക്കും. എന്നിട്ട് ആ ചോറ് നിങ്ങൾ വാരി ഞാൻ നിങ്ങളെ വായിൽ തന്നെ വെച്ച് തരുകയും ചെയ്യും, നിങ്ങൾ തിന്നുകയും ചെയ്യും. കലമ്പ് ഞാൻ കിട്ടുകയും ചെയ്യും. ഇനി ഇതിൽ നിന്ന് ഇത്തിരി ചോറിട്ട് പിന്നകത്ത് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇത് തിന്നുമ്പോൾ ഇനി അത് തിന്നണമെന്ന് തോന്നൂല. വയറ് നിറയും. തകൃതിയായിട്ട് ഡെക്കറേഷൻ നടക്കുമ്പോൾ ഓണത്തിനടക്ക് പൂട്ടച്ചടം ബിരിയാണി റെഡി. സ്വന്തമാക്കിയിട്ട് സ്വന്തം മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് തകർക്കുക. ചട്ടി വടിച്ചു പേരക്കി. ഇതാ ഇതിങ്ങനെ വേണ്ടേ നിങ്ങൾക്ക്? ഷോ ഒരു ഇല്ലാത്ത കൊടുക്കലായിപ്പോയത്. നിന്റെ ഉരുളേന്ന് എനിക്ക് നടക്കൂല. വലിയ കോട്ട ഉരുള എന്റേതാ. ഇങ്ങനെ വലിയ കോട്ടതാ. ഇത്ര വലിയ ഉരുള, ഇത്ര വലിയ ഉരുള. എന്താ ഇതിങ്ങനെ അപ്പം എന്തായാലും നമ്മളതാ ചിക്കൻ ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. സംഭവം ചിക്കൻ ബിരിയാണിയൊക്കെ ഉച്ചക്ക് തന്നെ തട്ടി കേട്ടാ. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വൈൻഡപ്പ് പറയാൻ വേണ്ടി മറന്നു. അപ്പോൾ എന്തായാലും നന്ദു ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ ആദ്യം എടുത്തതാണിത് ബിരിയാണി. അപ്പോൾ നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ലൊരു ദിവസം അങ്ങനെ കഴിഞ്ഞു. എന്തായാലും അടുത്തൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ. തല കൊണ്ട് മാത്രം ടാറ്റാ. അപ്പോൾ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമ്മളെ ബിരിയാണി വിട്ടിട്ട് നമുക്കൊരു കളിയില്ല കേട്ടോ. അപ്പോൾ ബിരിയാണി പ്രേമികൾക്ക് വേണ്ടിയിട്ട് ഇതാ ഒന്നും കൂടി ഒരു കൊതിപ്പിക്കൽസ് വീഡിയോ. എൻ്റെ മോൻ സ്കൂൾ വിട്ട് വന്നിട്ട് ഇതാ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ അവൻ്റെ വക ഒരു ടാറ്റയും കൂടി ഉണ്ട് കേട്ടോ. ടാറ്റാ.